ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളുടെ പ്ലസ് ടുവിൻ്റെ ലാസ്റ്റ് എക്സാമിൻ്റെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സത്യം പറയാലോ എല്ലാ പ്ലാനും മുഞ്ചിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിന് ഞാൻ രാവിലെ തന്നെ ഇൻട്രോ ഒക്കെ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എല്ലാവരും ഇങ്ങനെ റീൽസിൽ സ്റ്റുഡിയോ പോയിട്ട് പിക്ക് എടുക്കൂലേ, അപ്പോൾ അതേപോലെ പിക്ക് എടുക്കാനായിരുന്നു. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്കങ്ങനെ പിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നൈസായിട്ട് പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 10th ഞങ്ങളുടെ ഫ്രണ്ട് കാണാൻ വരുന്നുണ്ട് പറഞ്ഞിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ല, രണ്ടാൾക്കാരാണ് വരുന്നുണ്ട് പറഞ്ഞത്. അപ്പോൾ രണ്ടാൾ വേറെ സ്കൂളിലാണ്. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര ആഗ്രഹം, നമ്മളെല്ലാവരും വേറെ യൂണിഫോം ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി സെയിം യൂണിഫോമിൽ പിക്ക് എടുക്കണമെന്ന്. പക്ഷേ ഒരാൾ മാത്രമാണ് വന്നത്, ആഗ്രഹം ഉണ്ടായിരുന്ന ആൾ മാത്രമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്ലാനും ചെറുതായിട്ടൊന്ന് മൂഞ്ചി. പക്ഷെ എന്നാലും നമ്മൾ ഇന്നത്തെ ദിവസം മാക്സിമം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തൊരു പ്രശ്നം കാരണം നമുക്ക് കുറേ വീഡിയോസും അതേപോലെ ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം. Not just a chapter, but a whole story we lived together. Plus 2 was not perfect. It was a messy, loud, stressful, and sometimes confusing. But somewhere between exams, last minute studies, endless loads, and random conversations, it became unforgettable. We did not realize it then, but those ordinary days were slowly turning into the most beautiful memories. The classroom, the jokes, a small fights, the friendship, everything now feels so special. Some friendships become stronger, some moments slipped away, but every single day taught us something will carry forever. It may not have been the best phase of life, but it was definitely one of the realest, and that's what makes it beautiful. We may not have realized it then, but we were creating memories in our own way, not loud, not perfect, but real. And now, as we go our separate ways, we carry a piece of each other with us, in memories, in smiles, and in the little things we'll never forget. Thank you to my friends for being there even in silence. To my teachers for guiding us, correcting us, and shaping us through this year. This was not just a year, it was a part of us.